നമസ്കാരം. മിഡിൽ ഈസ്റ്റിൽ എന്തൊക്കെയാണ് പ്രധാനപ്പെട്ട വാർത്തകളെന്ന് നമുക്ക് നോക്കാം. ആദ്യമായിട്ട് നമുക്ക് പോകേണ്ടത് അത് ഇറാനിലേക്കാണ്. ട്രംപ് ഇപ്പോൾ ഇറാന്റെ നിർദ്ദേശങ്ങൾ അനുസരിച്ചുള്ള ഒരു ആണവ കരാർ ചർച്ചയിലേക്ക് പോകാൻ പോകുന്നു എന്ന രീതിയിൽ ഒരു സൂചന വരുന്നുണ്ട്. ഇതിനു മുമ്പ് നമുക്ക് ഓർമ്മയുണ്ടായിരിക്കും, ആണവ കരാറിൽ ഏർപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ ഇറാനെ ആക്രമിക്കുമെന്നാണ് ട്രംപ് പറഞ്ഞിരുന്നത്. എന്നാൽ ഇത്തരം ഉമ്മാക്കികളൊന്നും ഇറാന്റെ അടുത്ത് ചെലവാകില്ല എന്ന തിരിച്ചറിവ് കൊണ്ടായിരിക്കാം ഇപ്പോൾ അമേരിക്കയും ട്രംപും ഇറാൻ മുമ്പോട്ട് വയ്ക്കുന്ന നിർദ്ദേശങ്ങൾ കൺസിഡർ ചെയ്യുന്നത്. ഇറാൻ പറയുന്നത് ഇൻഡയറക്റ്റ് ടോക്കിന് ഞങ്ങൾ തയ്യാറാണ് എന്നാണ് ഇറാൻ ഇവിടെ വ്യക്തമാക്കുന്നത്. ഈ നിർദ്ദേശങ്ങൾ, അതായത് ഇൻഡയറക്റ്റ് ടോക്കിനായിട്ടുള്ള ഈ ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ അമേരിക്ക അംഗീകരിച്ചേക്കാം എന്നൊരു സൂചന നമുക്ക് ലഭിച്ചിരിക്കുന്നത്. നമുക്കറിയാം, ഇതിനു മുമ്പ് അമേരിക്ക ഒരു നിർദ്ദേശം വെച്ചിരുന്നു, അതായത് ഇറാനുമായിട്ട് ഡയറക്റ്റ് ടോക്ക്, നേരിട്ടുള്ള ഒരു ചർച്ച എന്നൊരു നിർദ്ദേശം വെച്ചിരുന്നു. എന്നാൽ ഇറാൻ അത് നിരസിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഒമാൻ മധ്യസ്ഥ വഹിച്ചുകൊണ്ടുള്ള ഒരു ഇൻഡയറക്റ്റ് ടോക്കിന് മാത്രമേ ഇറാന് താല്പര്യമുള്ളൂ എന്ന രീതിയിലാണ് ഇപ്പോൾ ഇറാൻ പറയുന്നത്. എന്നാൽ ഇറാന്റെ ഈ ഒരു പ്രസ്താവന വന്നതിന് ശേഷമാണ് പിന്നീട് ഡൊണാൾഡ് ട്രംപ് സമാനതകളില്ലാത്ത ഭീഷണികളാണ് ഇറാന് നേരെ ഉയർത്തിയത്. ഇതെല്ലാം തന്നെ വിലപ്പോകാതെ വന്നപ്പോഴാണ് ഇപ്പോൾ ഇറാൻ മുൻപോട്ട് വെച്ചിരിക്കുന്ന നിർദ്ദേശങ്ങൾ അമേരിക്ക കൺസിഡർ ചെയ്യുന്നത്. അതായത് മറ്റ് രാജ്യങ്ങൾ എന്താണോ അമേരിക്ക നിർദ്ദേശിക്കുന്നത് അതനുസരിച്ച് പ്രവർത്തിക്കുന്ന ഈ ഒരു കാലഘട്ടത്തിലാണ് വേറിട്ടൊരു ശബ്ദമായിട്ട് ഇറാൻ നിലകൊള്ളുന്നത്. അമേരിക്കയുടെ ടേംസ് ആൻഡ് കണ്ടീഷൻസ് എല്ലാം തന്നെ ഇവിടെ നിലനിൽക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ അഭിപ്രായത്തിനും ഞങ്ങൾ പറയുന്നതിനും ഇവിടെ വിലയുണ്ട് എന്ന രീതിയിലാണ് ഇറാന്റെ ഓരോ പ്രവർത്തികളും. എന്നാൽ ഇത് സംബന്ധിച്ച്, അതായത് ഈ ഒരു ഇൻഡയറക്റ്റ് ടോക്ക് സംബന്ധിച്ച് അമേരിക്ക ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുത്തിട്ടില്ല. അതിനിടെ ഇറാന്റെ പ്രസിഡന്റ് ആയിട്ടുള്ള മെഹ്മൂദ് പെഷസ്കിയനും അതുപോലെ തന്നെ സൗദി അറേബ്യയുടെ ക്രൗൺ പ്രിൻസുമായിട്ടുള്ള മുഹമ്മദ് ബിൻ സൽമാനും തമ്മിലൊരു സംഭാഷണം നടന്നിട്ടുണ്ട്. ഈ ഒരു മേഖലയെ സംബന്ധിച്ച് ഇപ്പോഴത്തെ ഈ ഒരു അന്തരീക്ഷത്തിൽ തീർച്ചയായിട്ടും വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന ഒരു വാർത്ത തന്നെയാണിത്. ഇറാന്റെ ന്യൂക്ലിയർ പ്രോഗ്രാമിനെ കുറിച്ചുള്ള കാര്യങ്ങളാണ് ഈ ഒരു സംഭാഷണത്തിൽ ഉൾപ്പെട്ടത് എന്നാണ് പറയപ്പെടുന്നത്. ഇരു രാജ്യങ്ങളും, അതായത് ഇറാനും സൗദിയുമായിട്ടുള്ള സഹകരണം വർദ്ധിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മേഖലയിൽ തന്നെ വളരെ വലിയൊരു മാറ്റം സൃഷ്ടിക്കും. അതിനാൽ തന്നെ പാശ്ചാത്യ മാധ്യമങ്ങളും വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെയാണ് ഈ ഒരു വാർത്ത കൊടുത്തിരിക്കുന്നത്. ഇറാൻ പ്രസിഡന്റ് ആയിട്ടുള്ള മെഹ്മൂദ് പെഷസ്കിയൻ മുസ്ലിം രാജ്യങ്ങളോട് ഒന്നിച്ചു നിൽക്കണമെന്നൊരു ആഹ്വാനവും ഇവിടെ ചെയ്യുന്നുണ്ട്. മുസ്ലിം രാജ്യങ്ങൾ ഒറ്റക്കെട്ടായി നിൽക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് മേഖലയിലെ സുരക്ഷയും അതുപോലെ തന്നെ അഭിവൃദ്ധിയും വർദ്ധിക്കാൻ കാരണമാകുമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു. പ്രസ് ടി വി ആണ് ഇത് സംബന്ധിച്ചുള്ള വാർത്ത കൊടുത്തിരിക്കുന്നത്. അതിനിടെ വർദ്ധിച്ചു വരുന്ന സബ്മറീൻ പ്രസൻസ്, അതായത് അമേരിക്കൻ തീരങ്ങളിൽ വർദ്ധിച്ചു വരുന്ന സബ്മറീൻ, അതായത് ചൈനയുടെയും റഷ്യയുടെയും സബ്മറീനുകൾ വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് അമേരിക്കൻ തീരങ്ങളിൽ എന്നാണ് ഇപ്പോൾ അമേരിക്കയുടെ തന്നെ ഒരു ജനറൽ അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. അത് തീർച്ചയായിട്ടും അമേരിക്കയുടെ സുരക്ഷയെ വളരെ വലിയ രീതിയിൽ തന്നെ ബാധിക്കുമെന്നാണ് അദ്ദേഹം പറയുന്നത്. ജനറൽ ഗ്രിഗറിയാണ് ഇത് സംബന്ധിച്ച് അഭിപ്രായ പ്രകടനം നടത്തിയത്. അതായത് പസഫിക് റീജിയൻ, അതുപോലെ തന്നെ അലാസ്ക, ആ ഒരു റീജിയൻ, ഇവിടെയെല്ലാം തന്നെ ചൈനീസ് റഷ്യൻ സബ്മറീനുകളുടെ സാന്നിധ്യം വളരെയധികം വർദ്ധിച്ചിട്ടുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. അതായത് വർദ്ധിച്ചു വരുന്ന ചൈന റഷ്യ ബന്ധം അമേരിക്കയെ സംബന്ധിച്ച് വളരെ വലിയൊരു തലവേദനയായിട്ട് ഇനി വരും കാലങ്ങളിലും നിലനിൽക്കും എന്നുള്ളത് ഉറപ്പായ ഒരു കാര്യം തന്നെയാണ്. അതിനിടെ സിറിയയിൽ ഇസ്രയേൽ നടത്തുന്ന ആക്രമണങ്ങൾക്കെതിരെ അവിടെയുള്ള, അതായത് സിറിയയിലേക്കുള്ള UN പ്രതിനിധി രംഗത്ത് വന്നിട്ടുണ്ട്. ഇസ്രയേൽ അന്താരാഷ്ട്ര നിയമങ്ങളെ ലംഘിച്ചുകൊണ്ടാണ് ഈ സിറിയയിലേക്ക് ആക്രമണങ്ങൾ നടത്തുന്നത് എന്നാണ് അദ്ദേഹം അഭിപ്രായപ്പെട്ടിരിക്കുന്നത്.